അയ്യോ ഗൈസ്, എൻ്റെ ഹെയർ നല്ല മോസ്റ്റായിട്ട് വളർന്നിട്ടുണ്ടല്ലേ ഗൈസേ, നിങ്ങൾ കണ്ടില്ലേ? മോസ്റ്റായിട്ട് വളർന്നല്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഹെയർ വളർന്നിട്ടാണോ അതോ വലുതായതാണോ രസം എന്ന്. എന്തായാലും നല്ല മോസ്റ്റായിട്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്കറിയില്ലല്ലോ ഗൈസ്, നമ്മൾ താഴെ പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഗൈസ്. നമ്മൾ താഴെ പോവാം കേട്ടോ. എന്തിനാണ് പോകുന്നത്? നമ്മൾ മോസ്റ്റായിട്ട് പുഴയിൽ ചാടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മോസ്റ്റായിട്ട് എന്താ പറയുക, എൻ്റെ കിഴക്കൂന്തളൊക്കെയാണ് മോസ്റ്റായിട്ട് വെള്ളത്തിൽ നനച്ചെന്ന് എന്താ പറയുക അടിച്ചളക്കി ഒന്ന് എടുക്കണം കേട്ടോ ഗൈസേ. അമ്മേ, അപ്പം നമ്മുടെ സ്വന്തം ചിങ്ങലപ്പുഴയിലേക്കാണ് ഗൈസ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ട് ഗൈസിൻ്റെ നഖം കണ്ടോ ഗൈസ് നിങ്ങൾ? നഖം പൊട്ടി പക്ഷേ നഖങ്ങളുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ മോസ്റ്റായിട്ട് നടക്കുവാണ്. അപ്പോൾ അതേ ഗൈസ് ഇവിടുത്തെ പുല്ലൊക്കെ ഫുൾ കളഞ്ഞു. പുല്ലൊക്കെ ഫുൾ കളഞ്ഞ് ഞാൻ പറഞ്ഞേ ഗൈസ് മരുഭൂമി പോലെ ആയിട്ടുണ്ട്. എനിക്കിഷ്ടമല്ല ഗൈസ് മരുഭൂമി പോലെ ആവുന്നത്. എനിക്ക് ഫുൾ പച്ചപ്പുള്ളിലൂടെ നിറഞ്ഞ് നിൽക്കുന്നതാണ് ഗൈസ് ഇഷ്ടം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്താക്കാം മറാസ്റ്റായിട്ട് നമ്മൾ ചിങ്ങലപ്പുഴയിലേക്ക് നടക്കാം. എൻ്റെ ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ പുളിയില. നിങ്ങൾക്കറിയോ തിന്നാൻ പറ്റും ഗൈസ്, നമുക്ക് തിന്നാട്ടോ. എൻ്റെ ഇത്രയും മൂക്കത് കുറച്ചൊരു പിഞ്ചുണ്ട്. ആ പിഞ്ച് കഴിക്കാൻ നല്ല രസമാണ്. മോസ്റ്റഡീസ് ഗൈസ്. അപ്പോൾ ഇതേ നമ്മുടെ ചിങ്കലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് മോസ്റ്റായിട്ട്. ഇത് കണ്ടില്ലേ? ഓ കുട്ടിമണി എന്നെ കണ്ട് കുറയ്ക്കുന്നുണ്ട്. ഹലോ ഹലോ ഗൈസ്. അപ്പോൾ ഇതേ മോസ്റ്റായിട്ട് നോക്ക്, നമ്മുടെ പുല്ലൊക്കെ കണ്ടില്ലേ ഗൈസ്? എല്ലാം വെട്ടി പക്ഷെ വിടേലിയല്ലേ ഗൈസ്, അത് നോക്ക് അതിലേക്ക് ഒപ്പറായിട്ട് വളർന്നിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നായിങ്കണം. കണ്ടില്ലേ ഗൈസ്? ഇട്ടെല്ലാം കരിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും കണ്ടില്ലേ ഗൈസ്? അത് കണ്ടില്ലേ? അത് കരിച്ചതിൽ നിന്നുണ്ടാവുകയാണ്. എന്തായാലേ ഭയങ്കര മോസ്റ്റാണ് ഗൈസ്. നമുക്ക് അടുത്ത 2-3 മാസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇതിലും അപ്പറായിട്ട് മോസ്റ്റായിട്ട് ഇവിടെ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ മോസ്റ്റായിട്ട് നടക്കുവാണ് കേട്ടോ ഗൈസേ. ഇത് എനിക്ക് വയ്യ. ഇത് കണ്ടില്ലേ ഗൈസ്? വഴിയൊക്കെ ഫുൾ ആകെപ്പാടെ കഷ്ടമാണ് ഗൈസ്. ഇത് കണ്ടില്ലേ? ഫുൾ കരിച്ചും എന്താ പറയുക എനിക്കറിയില്ല ഏത് വഴി. ഗൈസ് ഇപ്പോൾ വേറൊന്നുമല്ല, എൻ്റെ കാലിനകത്തിൻ്റെ ഉള്ളിലേക്കൊരു കോലില്ലേ ഗൈസ്, ജുവാനവലിൻ അത് കൊണ്ടു ഗൈസേ. നമുക്ക് അതിന് ബ്ലഡ് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറയുന്നത്, വഴിയില്ല തലയില്ല ഒന്നുമില്ല. എപ്പോഴാണ് വീട്ടിൽ പറയാനും പറ്റില്ല. ദേഷ്യം വരുന്നുണ്ട്. കുട്ടിമണി കൊണ്ടുവാ. കുട്ടുവച്ചനാണോന്നിത് ഗൈസ്? നമ്മുടെ കുട്ടിമണി ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഗൈസ്. കണ്ടില്ലേ? തൊട്ടപ്പുറത്ത് അക്കരയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് പോലെയാണോ? നല്ല മോസ്റ്റായിട്ടുള്ള അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഗൈസ് ഇപ്പം നമ്മുടെ പുഴയാണ് ഗൈസ്. നമ്മളിത് കണ്ടില്ലേ? ഫുൾ വെട്ടി തെളിച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ? ഏത് തല വെച്ച് കിടക്കുന്നു? ഏത് ഏത് തല വെച്ച് നല്ല ഗ്രീൻ കളറുള്ള ഗൈസ്. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഈ കാണുന്നുണ്ട്. ഇത് കണ്ടോ ഗൈസ്? അമ്മ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എന്റെ അടുത്തേക്ക് വന്നതല്ലേ എന്റെ ഗൈസ്. നമ്മുടെ നീർക്കോലി മച്ചുവാണ് ഇത് കിടക്കുന്നത്. കണ്ടില്ലേ ഗൈസ്? എന്റെ ഗൈസ് ഇത് പാമ്പ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നീന്തിക്കൊണ്ടിരിക്കുമ്പോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതിന്റെ വാല് മാത്രമാണ് കിടക്കുന്നത്. എന്റെ കൂടെ നീന്താൻ അതുകൊണ്ടായിരുന്നു. മോസ്റ്റ് ഉണ്ട് ഗൈസ്. എന്തായാലും നിങ്ങൾ കണ്ടില്ലേ അതിനെ? ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നീർക്കോലി മച്ചു. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല മോസ്റ്റ് ക്യൂട്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. നല്ല മോസ്റ്റാകുന്നു. ഇനി എനിക്ക് അറിയത്തില്ലോ ഞാൻ ഇറങ്ങിയാലും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഒരുമിച്ചുള്ള എന്താ പറയാ കുളിച്ച് കാണാം കേട്ടോ. പറഞ്ഞു കുഴീൻ്റെ ഉള്ളിൽ കൈ തോക്കോട്ടെ. 2-3 പാമ്പിനെ കുപ്പി കിട്ടി എനിക്ക്. നോക്ക് അമ്മ എൻ്റെ ഉള്ളിൽ അല്ലേ മറ്റേ ജിന്നി ഉണ്ടാവോ കുപ്പീൻ്റെ അടപ്പ് ഓർക്കണ്ട. എന്താ ഗൈസ് പറഞ്ഞ സ്ഥിതിക്ക് തുറന്നു നോക്കാട്ടോ. നല്ല അനുസരണം. അമ്മ ജിന്നി എന്റെ 3 വിഷസ് സാധിച്ചു തരും. സ്പ്രൈറ്റിന്റെ ബോട്ടിലാണോ ഇത്? ഏത് ചാമ്പാവന്റെ കാലത്തെ ബോട്ടിലായി കൊച്ചെടുക്കുന്നേ? അതാ പുഴയിലേക്ക് എടുത്തിട്ടു. കുഞ്ഞാച്ചി എടുത്തത്. അയ്യേ കുഞ്ഞാച്ചി എടുത്ത് കുപ്പി തുറന്നു. അയ്യേ സ്കൂലെ വെള്ളത്തിൽ ഹലോ എന്റെ ഭാഗത്ത് നിൽക്കമ്മേ. കുഞ്ഞാച്ചി എടുത്തേന്ന് പറ. ഇല്ല സത്യം ചെയ്ത നോണ പറയാ. ഞാൻ പോവെങ്കിൽ എന്താ നോക്കണേ? ഞാൻ മറിയാ നടക്കുവാ മേത്ത് തെറിക്കും. എന്താടാ
പറ്റിയാണോ? ആടയാഭരണം കൊണ്ടതാ. കൊണ്ടിട്ട് അമ്മേന്റെ മുഖം എത്ര പ്രാവശ്യം മുന്നിട്ടുണ്ട്. അയ്യോ എന്റെ മുഖം. ആ പാമ്പ് അങ്ങനെ എനിക്ക് സ്വൈര്യമില്ല. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആ പാമ്പിനെ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ആ പാമ്പിന്റെ അടുത്തേക്ക് ഒരു യാത്ര നടത്തുവാണ്. പങ്കാതെ ഓടിപ്പോവുന്ന അതാ തല വലിക്കുന്നു. ഇതേ അത് പോകുന്നു. ഈ കൊച്ചല്ലാതെ അവിടെ കിടന്ന് ഒച്ച വെക്കൂ. പിന്നെ ആരോ ആണ്ടാണോ കേട്ടത്? പാമ്പിനെല്ലാം ഉണ്ട്. പാമ്പിന് ചെവിയിലെന്ന് പറയുന്ന ഒരു ലോകത്തെ പൊട്ടന്മാരാ. പാമ്പ് ഉറങ്ങില്ലെന്ന് പറഞ്ഞാൽ പാമ്പിന് കണ്ണ് കാണില്ലെന്ന് പറയുന്ന ഒരു ലോകത്തെ മുഴുപ്പൊട്ടന്മാരാണ് ഗൈസ്. പാമ്പിനെല്ലാം ഉള്ള ഒരു ജീവി ഗൈസ്. ഇത് കണ്ടു, ഇതാണ് പാമ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാമ്പിനെ? പാമ്പിനെ കണ്ടാലാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതാ ഗൈസ്, എനിക്ക് പേടിയില്ല കേട്ടോ, അതാണ് ഞാൻ താഴേക്ക് ഇറങ്ങാത്തത്. എനിക്ക് മനസ്സിലായി. അമ്മയെ തവള കരയുന്നുണ്ടല്ലോ അമ്മേ. ഓ അപ്പൊ ഈ പാമ്പിനെ കണ്ടാണോ? എന്റെ അടുത്തേക്കാണല്ലോ ഞാൻ തക്ഷകനാകും. അത് ധൂമല ഗൈസ്. കണ്ടോ ഗൈസ്? അയ്യോ എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ കൊല്ലും അതിനെ. അയ്യോ ഗൈസ്, എനിക്ക് ഇറങ്ങാനൊരു മടിയില്ല കേട്ടോ. ശേഷനും. ഓ വാവ്, കാണുന്നില്ലേ ഗൈസ് നിങ്ങൾ ഈ പാമ്പിനെ? അമ്മ ആ പാമ്പിന്റെ ബാക്കി എവിടെ പോയി അമ്മേ? ഇവിടെ എങ്ങനെ വീണ നല്ല അടിപൊളിയാവും. തോന്നാ ഇതൊരു പാമ്പിനെ പോലെ ഉണ്ടല്ലേ അമ്മ. എനിക്കൊരു എന്റെ ഒരു പേടി അമ്മ. എന്റെ അടുത്തേക്ക് വരൂ അമ്മേ. ഇങ്ങോട്ട് വരും, അതാണ് പേടി. ഞങ്ങളുടെ അടുത്തേക്ക് വരൂടാ. ഞാൻ പറഞ്ഞു അതിന്റെ അടുത്ത് നിന്നിട്ട് അതിന്റെ വീഡിയോ എടുക്കാൻ. തല കുനിച്ച് നിക്കണം. ആ മുണ്ടിനെ എങ്ങോട്ട് കീറാനാണോ? ഞാൻ വീഴാൻ പോയതാ. വീഴാൻ പോയതാണത്, അല്ലാതെ അറിഞ്ഞുകൊണ്ട് കീറി വെച്ചതല്ല. അയ്യോ അമ്മേ. കുട്ടു ഗൈസ് നോക്ക്, നല്ല നമ്മുടെ മണം എണ്ണ വന്നിട്ടുണ്ട്. മോസ്റ്റ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് നല്ല അസലായിട്ട് നമ്മുടെ ഉണ്ടാക്കാം. ക്യൂണ്ടലിക്ക് അയക്കാം നിങ്ങളെ വാവാച്ചി. പോടാ നമുക്ക് മീൻ പിടിക്കണമെന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് മീനെ കാണുന്നില്ലായിരുന്നു, കാരണം ജലദേവതനെ പിടിച്ചെല്ലാരും ഓടിപ്പോയതാണ്. ഓ വാ, ഞാൻ ഇന്ന് ഇത്ര എണ്ണ വെക്കുന്നുള്ളൂ കേട്ടോ ഗൈസ്. അതേ പിന്നെ ഞാൻ എണ്ണയിൽ കുളിച്ച് പോകും. അത് കാരണം തന്നെ ഞാൻ ഇന്ന് ഇത്ര എണ്ണ വെക്കുന്നുള്ളൂ. ഒന്നാമതും കൂടി എണ്ണ വെച്ചു, രണ്ടാമതും കൂടി എണ്ണ വെച്ചു. നല്ല മോസ്റ്റായിട്ട് ഇനി ഇപ്പൊ തന്നെ മുടി റഫ് ആയിക്കോളൂ കേട്ടോ ഗൈസ്. കുട്ടു എന്റെ മുടി കണ്ടേ ഗൈസ്? ഇത് കൊറേ മുടിയില്ല എനിക്ക്. ആഗ്രഹമുണ്ട് മുടി കൊണ്ട് ചെയ്യണമെന്ന്, പക്ഷെ ഒന്നും ആവുന്നില്ല. അന്ന് വെട്ടിയിലായിരുന്നേ കൊറേ മുടി. തല കഴുകും അമ്മേ. താളി പറിക്കാൻ മറന്നുപോയി. എന്നിട്ട് തല കഴുകും വെറുതെ. സോപ്പ് ഉണ്ട്, നമുക്കിന്ന് സോപ്പ് ഇട്ട് നമുക്ക് മോസ്റ്റ് ഉണ്ടാക്കാൻ സോപ്പിട്ട്. കുട്ടിമണിനെ ലൈക്കേണ്ട സോപ്പുള്ളല്ലോ. അപ്പോഴും ഞാൻ മണലിട്ട് കഴുകും. മണലിട്ട് കഴുകിയിട്ടില്ലല്ലോ, ഓൾറെഡി തലയിൽ കളിമണ്ണോ മണലിനോട് കുറവുള്ളൂ. അമ്മ എന്തിനാ അമ്മ തല ആണോ ഉറപ്പിച്ച്? അതായിട്ട് മാർബിളൂടെ ഇടാം. ഒന്നാമത് തലയൊന്നുമില്ല, ഞാൻ വീരപ്പനാവട്ടോ ഗൈസ്. എന്താണ് വിഷയം? സുഖല്ലേ? മീശ പറഞ്ഞു. അയ്യോ നക്കി നക്കി നക്കി. ഗൈസ് അപ്പൊ മോസ്റ്റ് ആയിട്ട് ഞാൻ പുഴയിലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ ഗൈസ്. അപ്പൊ നല്ല സൂര്യൻ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസേ. ഇത് കണ്ടു, നല്ല അടിപൊളിയായിട്ട് സൂര്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല അമ്മ ഇവിടെ നല്ല തെന്നലുണ്ടല്ലോ അമ്മേ. പിന്നെ ഞാൻ വീഴൂ ഗൈസ്. നമുക്ക് ഇവിടുന്ന് ഇരുന്നിറങ്ങാം. അതായത് ആ കുഞ്ഞാജി കാൽ പോണോ ഗൈസ്. അപ്പൊ നമുക്ക് നല്ല മോസ്റ്റായിട്ട് ഗൈസ് ഇവിടെയാണ് കേട്ടോ ഗൈസ് ഞാൻ മലന്നടിച്ച് വീണത്. ഇവിടെ 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 ഈ കാലകല്ല് ചതിക്കുന്ന കല്ല, അത് കണ്ടില്ല ഇവിടെ നല്ല തെന്നലതുകൊണ്ട് ഗൈസ്. ഇവിടെ പായല് ഗൈസ് കണ്ടില്ലേ ഗൈസ്. മോസ്റ്റായിട്ട് നമുക്ക് ഇറങ്ങാൻ. നല്ല സൂര്യൻ വന്നിട്ടുണ്ട് ഗൈസ്. ഓ അപ്പൊ നമുക്ക് ഇറങ്ങാട്ടോ ഗൈസ്.
നല്ല അടിപൊളിയായിട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടുന്ന് വീണാൽ അതിലും അടിപൊളിയാകും. നല്ല കൈസ് നല്ല നമ്മുടെ എന്താ സൺലൈറ്റ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വെള്ളം നല്ല തിളങ്ങി നിൽക്കും. അപ്പോൾ എന്ത് രസമായിരുന്നു. നിങ്ങൾക്ക് ഇനി നീന്ത കിളിസീനും കണ്ട് കൈസ് മോസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരും. നമുക്ക് മോസ്റ്റായിട്ട് ഉണ്ടാക്കാം, നീന്തല്ലേ. അപ്പം ഞാനിവിടെ ഭയങ്കര ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാനിവിടെ ഞരമ്പ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ ദൈവമേ, നിങ്ങൾക്ക് അറിയാലോ, തെന്നി വീഴുമോ ഭഗവാനെ. ഞാനിവിടെ മോശമായിട്ടൊരു ഞരമ്പാണ് ഗൈസ് കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഞരമ്പിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഞരമ്പ്. ഇത് ഒരു ടൈപ്പ് പായലാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ഇത് ഞെക്കാൻ നല്ല രസമാണ് ഗൈസ്. മോസ്റ്റാണ്, നല്ല രസമുണ്ട് ഗൈസ്. ഇതിൻ്റെ കുറേ ഉണ്ട ഷേപ്പുള്ള എനിക്ക് കിട്ടിയായിരുന്നു. ഇത് കണ്ടില്ലേ ഗൈസ്, ഓ വാവ്. ഇത് കണ്ടില്ലേ ഗൈസ്, ഒരു ടൈപ്പ് എന്തോ ഒരു ടൈപ്പ് പായലാണ് കേട്ടോ ഗൈസേ. ഇത് കണ്ടില്ലേ, നല്ല രസമാണ് ഗൈസ്. ഞെക്കുമ്പോഴേക്കും കണ്ടില്ലേ ഗൈസ്, ഇത് ഇങ്ങനെയായി പോകുന്നുണ്ട്. അത് കിട്ടിയാൽ പിന്നെ ഞാനിവിടെ അവിടെ ഭൂമി കുലുക്കുണ്ടാവും. മോസ്റ്റായിട്ട് ഗൈസ്, നല്ല അടിപൊളി. ഇപ്പതേ മോസ്റ്റായിട്ട് കുഞ്ഞാച്ചി കുട്ടിമണിനെ കുളിപ്പിച്ചിട്ട് കയറുന്നുണ്ട് ഗൈസേ. എന്തായാലും ഞാൻ ഇത്രയും നാളായിട്ട് ഈ പുഴ വന്നിട്ട് ഞാൻ ഈ ഞരമ്പ് കണ്ടുണ്ടായിരുന്നില്ല ഗൈസ്. അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. പോടാ പൊട്ട കുഞ്ഞാച്ചി ഒരു ഗൈസ് ഞാൻ കാണിച്ചു തരാം. അത് എവിടെയാണത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ഗൈസ്, ഇവിടെയാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ മോസ്റ്റായിട്ട് ഈ ഞരമ്പ് അങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെ ഞെക്കേണ്ടത്. ഞെക്കിങ്ങനെ ഉണ്ടല്ലോ, ഞെക്കിനെ വീഴണം. മോസ്റ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് നോക്ക്, ഇതാണെന്ത് നമ്മുടെ കക്കേൻ്റെ ഉള്ളിൽ കക്കേന്റെ പുറത്തത്തെ സാധനം തൊണ്ടാണ് ഗൈസ്. ഇതിന്റെ ഉള്ളിലത്തെയാണ് എന്ത് ഷെല്ല്. അതിന്റെ ഷെല്ല് അതിന്റെ ഉള്ളിലായിരുന്നു അതിന്റെ ജീവൻ. ആരൊക്കെ മനുഷ്യന്മാരും മീനുകളും ഒക്കെ കഴിക്കാറുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഈ ചെറുതിന്റെ ഉള്ളൊന്നും ഇല്ലാത്ത എന്താ നിങ്ങൾക്ക് അറിയോ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിക്കും. എല്ലാം കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിന്നു നോക്കിയാൽ പറ്റിയത് ജസ്റ്റ് ഗൈസ്. ഇത് നമുക്ക് പൊട്ട് പോലെ ആക്കി നോക്കിയാലോ പറ്റി. കുഞ്ഞിതാക്കണോ വലുതാക്കണോ? മീഡിയം ആക്കാം അല്ലേ? അമ്മേ, നീ ഞാൻ കക്കപ്പൊട്ട ഇപ്പൊ പൊട്ടിയും പോവും. എങ്ങനെയുണ്ട്? മോസ്റ്റായിട്ട് നല്ല രസമുണ്ട്. അമ്മ എന്റെ പുതിയ കക്കപ്പൊട്ട കണ്ടോ? എൻ്റെ അത്രയും ടെക്നോളജി ഉള്ളത് ആരുമില്ല ഈ ലോകത്ത്, എനിക്കറിയാതെ. ഈ കല്ലെടുത്ത് വെക്കും. ഹലോ ഞാൻ തലേ വെക്കും. മഹർഷിയുള്ള കാര്യം മറക്കണ്ട കേട്ടോ. അയ്യോ, പങ്കജ മഹർഷി ഈ ലോകത്തിന്റെ മഹർഷിയാ, നിങ്ങക്ക് അറിയത്തില്ല. പങ്കം കുളിക്കാൻ പോവാ, കാണാം. ഹലോ ഞാൻ കുളിക്കാൻ പോകുന്നു. എടോ, എനിക്കും കുളിക്കാനുണ്ട്, അറിയോ? അങ്ങനെ നീന്തി വരാൻ വേണ്ടിട്ട് പോവാൻ കേട്ടോ. ഇവിടെ ഒരു കുഴിയാ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ആ കുഴിയിലേക്ക് പോവാം. എടാ, ഓരോ പൊട്ടന്മാര് ചോദിക്കാ ഇത് ചാലുവെള്ളാണോ അഴുക്ക് വെള്ളാണോ ഒക്കെ. ഒഴുക്കുള്ള വെള്ളം എങ്ങനെയാ അഴുക്കാവുന്നേ മമ്മേ? വെള്ളത്തിൽ അഴുക്കില്ല. പിന്നെ എന്ത് പട്ട് തരാ പറയുന്നേ? നരസിപ്പുഴന്ന് പറഞ്ഞു കൊടുക്ക്. അവര് ഡ്രെയിനേജിലാ കുളിക്കുന്നേ. നമ്മുടെ പാലത്തിന്റെ അവിടെ വലിയൊരു ഫ്ലെക്സില് എഴുതി ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, നരസിപ്പുഷാന്ന്. ഇനി വരുന്നവരൊന്നും കാണാൻ കുഴപ്പമൊന്നും അറിയത്തില്ല. നരസിച്ചാലെന്നല്ലായിരുന്നല്ലോ, പുഴ. അല്ല, നരസിച്ചാല്. നമ്മുടെ ഈ പുഴ ഒഴുകി പനമരത്തേക്കാ, പിന്നെ അവിടുന്ന് മാനന്തവാടിയില്, പിന്നെ അവിടുന്ന് അങ്ങനെ പോയി കടലിലേക്ക്. കബലിയല്ലേ? കൂടുതൽക്കടവോ? മോസ്റ്റ് ആണ് ഗൈസ്. എന്റെ ഗായ്സ്, കൂടുതൽക്കടവ് അടിപൊളിയാ. ഞങ്ങള് പോയിട്ടില്ല, പക്ഷെ അടിപൊളിയാ. അത് തന്നെ, മോസ്റ്റ് പ്ലേസ് ആണ്. അതെ, റെഡി അല്ലേ? മോസ്റ്റ് വൈബാണ്. ഓക്കെ,
ബാണാസുരയാ? കുറുവാ ദ്വീപ്. കുറുവയില് പോയിട്ടുണ്ട്. കുറുവാദ്വീപിന്റെ അടുത്താണ് നമ്മുടെ എന്നിട്ട് ഇതെല്ലാം ലാസ്റ്റ് ചെല്ലുന്ന ഏത് പുഴയിലാ? കബനിയിലാണോ? നമുക്ക് പുഴയില്ലെന്നല്ലേ നീ എന്തൊക്കെയോ അതെ. കബനി വന്ന് കാണാൻ പറയും. ഒഴുകുന്ന പുഴയിൽ ചാലല്ലാത്ത, തോടല്ലാത്ത, അരുവിയല്ലാത്ത നമ്മുടെ നരസി നച്ചൻ പ്ലസ് പുഴയിൽ പൈങ്കിളി നീന്താൻ പോവുകയാണ്. കഴിഞ്ഞ ന്യൂ ഇയറിന് നമ്മള് പോയത് ലാസ്റ്റ്. ഇതിപ്പോ ഈ ന്യൂ ഇയർ ആയിട്ട് പോയിട്ടില്ല. എടാ ഈ ജുവാനേനെ ഒരു കാര്യം ക്യാമറ വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു ദിവസം ലൈവിൽ പോണം, യൂട്യൂബില് ലൈവിൽ പോണം അമ്മേ. ഈ ഡയാനേന്റെ ആഗ്രഹം യൂട്യൂബിൽ ലൈവിൽ പോയിട്ട് നമ്മുടെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ഭയങ്കര എടാ നീ ആ ടോപ്പ് അഴിച്ചു ദൂരെ കളാ. അതുള്ളത് ഭയങ്കര വിഷയം. പല സീനും എല്ലാരും ഇവിടെ കാണും. സ്വിം സ്യൂട്ട് ഇട്ട് ഞാൻ പറഞ്ഞാണ്. അതെ സ്വിമ്മിങ് സ്യൂട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വേഗം സ്വിം സ്യൂട്ട് അയച്ചു. നിങ്ങൾ എങ്ങനെ തരത്തിലിടണം? അതോ ഇല്ലാതെ സൈസ് പറഞ്ഞു കൊടുക്ക. എക്സൽ വേണോ, സ്മോള് വേണോ, ലാർജ് വേണോ? എമ്മും വേണ്ട, എല്ലാം തൊട്ട് അയച്ചോ. കാരണം നമുക്ക് കറക്റ്റ് ഫിറ്റ് ആക്കാലോ. എല്ലാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് സൈഡ് പിടിക്കാലോ. അഥവാ എസ് എങ്ങനെയാണ് പിന്നെ എന്താ പറയാ ഓവർ ഷേപ്പ് കണ്ട് നിങ്ങൾ ഓ എന്ത് രസാലേ. എനിക്കും ചാടാൻ തോന്നുന്നു. ജുവാനെ ഒന്ന് മാറൂ. ആന ആന എന്തേ അതാ പിടിച്ചിരിപ്പുണ്ട്. എവിടെ വാറ്റയ്ക്കും? ആ അതാ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് എപ്പോഴും എവിടെ? ഞാൻ കണ്ടു അവിടെ. ജും 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 ജും. കാഴ്ചക്കാരെ എന്തിനാണ് ആനന്ദ പരിതരാക്കുന്നത്? നിങ്ങളെ മുണ്ടെടുത്ത് തോന്നാലും അതാ ഇനിയിപ്പൊ അങ്ങനെ എന്തിനാ തുണിയിട്ടേക്കത്? എടാ അഴിച്ച് കളയുക, അതാണ് ഏറ്റവും നല്ലത്. നീ തുണി കൊടുക്കാതെ സ്വിം ചെയ്യുന്നത് നല്ലത്. ജൂല പറഞ്ഞ അധികം പാവം. കാലിൽ ഞരമ്പ് കിടന്ന് ഞരമ്പെടുക്കുന്നു. ജും 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 ജും. അതാ എന്നാ ചാട്ടാ അത്? അതാ പാന്റ് അടിക്കുന്നു. അത് അതാ കുട്ടു. അയ്യോ ഇവനെ എന്തിനാടാ വീട്ടെ കുളിപ്പിച്ചേ? ലൈക്ക സുന്ദരിക്കുട്ടിയായി, കുട്ടു സുന്ദരനായില്ല. ഞാൻ പുഴയില് പുതിയ വേര് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എന്തിന്റെ വേരെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും കടിക്കാം. കൊച്ചിന് എന്താ പ്രശ്നം? തഴേന്റെ ആണോ പുട്ട? എന്റെ പങ്കാ ചീത്ത വേര്. അപ്പൊ നമ്മൾ ഒന്നും കൂടി നീന്താൻ പോവാണ്. നിങ്ങൾക്ക് എന്റെ നീന്തല് കാണാൻ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണം. നീന്തിയാലോ? എന്തോ പറഞ്ഞല്ലോ കാലം. തലയില് വെള്ളം നമ്മൾ
കുളിച്ചിട്ട് ഇങ്ങനെ കയറണം. കേറിയിട്ടുണ്ടല്ലോ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നമ്മൾ ആരുടെയും സഹായം ഇല്ലാതെ വേണമായിരുന്നു ഇരിക്കാൻ. അതാ പാമ്പ് എവിടെ എന്റെ പാമ്പ്? ഇതിലേതാ എന്റെ ഇരിപ്പ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ചില പൊട്ടന്മാർ 2 എണ്ണം ഉണ്ടായിരുന്നു. ആ 2 എണ്ണം പറയാ ശരിക്കും മാറിപ്പോവില്ല. എടാ ഇവരെന്ത് ഓർത്തിട്ടാ ഇത് പറഞ്ഞത്? പറഞ്ഞത് നമ്മളിതിനാ സമ്മതിച്ചത്. സത്യം കഴിച്ചു ഞാൻ മര്യാദക്ക് കറുപ്പെടുത്തിയാ. സത്യം മമ്മയെ നമ്മള് പറഞ്ഞല്ലേ ആ കറുപ്പും ഗ്രേയും എടുത്തോളാൻ. കാലമട ഞാൻ ഞെട്ടിപ്പോയി മമ്മേ. പൈങ്കിളി അവസരം എനിക്കും വരൂ കേട്ടോ. അന്ന് ഒറിജിനലായിരിക്കും ഞാൻ അറിയാൻ പോകുന്നത്. ആ ഒരാള് പോവുക കേട്ടോ. ജുവാന എവ്ലിൻ റോസ് നിക്ക് ഞാൻ എടുത്തുതരാം. അമ്മ ഒറ്റയ്ക്ക് എടുക്കണ്ട. ആ തലയിലേക്ക് വെച്ചു കൊടുക്കും അമ്മ. അമ്മ ഇത്രയും വെയിറ്റ് എടുക്കുന്നു. ഇനി കേറുവല്ലേ? ഞാൻ ഇറങ്ങുവാ. നീ ഇറങ്ങ്. മറിഞ്ഞു പോകുന്നു. മമ്മ പോവാട്ടോ. ഞാനും പോവാണേ. ടാറ്റാ ഗായ്സ്. അപ്പൊ നമ്മളങ്ങനെ മോസ്റ്റ് ആയിട്ട് പുഴയിൽ കുളിച്ച് കയറിയിട്ടുണ്ട്. തലയൊക്കെ തോർത്തി നമ്മള് പോവാൻ വേണ്ടിട്ട് നിക്കുവാണ് കേട്ടോ ഗായ്സേ. ഹലോ. അപ്പൊ നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല അടിപൊളി വെയില്. നമ്മള് പോയപ്പോഴാണ് ഗൈസ് വെയില് വരുന്നത്. എന്തായാലും അടിപൊളി ഉണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ നീന്തി നല്ല കുളിച്ച് നല്ല മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതേ കയ്യില് ഷുവാവൊക്കെ ഉണ്ട്. അപ്പൊ എന്താക്കാം ഗൈസ്, അപ്പൊ നമ്മള് വേഗം വീട്ടിലേക്ക് വിടാം. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടില്ലേ ഗൈസ്? നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഗൈസ്. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും